അപ്പോൾ ഇന്ന് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൊലി, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഈ പീൽ ചെയ്തിട്ടുള്ള ഭാഗം ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സോപ്പിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ കോസ്മെറ്റിക്സിൽ, ഫേഷ്യൽ ചെയ്യുന്ന പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ പല വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഈ ഹെർബലായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ തന്നെ കളക്ട് ചെയ്ത് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി അത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പൊടിച്ചാണ് ഞങ്ങളെല്ലാ ചേരുവയിലും ചേർക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളിപ്പം ഓറഞ്ചിൻ്റെ പീൽ പൗഡർ ആണെന്നുണ്ടെങ്കിലും, ബീട്രൂട്ട്, ക്യാരറ്റ്, നീം എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ വളരെ ആധികാരികമായിട്ടുള്ള ഷോപ്പുകളിൽ, അതായത് ഹോൾസെയിൽ സപ്ലൈസിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ഇതിൻ്റെ പ്യൂരിറ്റിയെ കുറിച്ച് പേഴ്സണലായിട്ട് അന്വേഷിച്ചപ്പോൾ 100% ഗ്യാരണ്ടി തരാൻ പലർക്കും ഒരു പ്രയാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ സംഗതികളും, ഇപ്പോൾ ഉദാഹരണത്തിന് നീമാണെന്നുണ്ടെങ്കിൽ നീമിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന എല്ലാ ഓയിലുകളും അതിൻ്റെ എക്സ്ട്രാക്റ്റുകളും എല്ലാം എടുത്ത് അതിൻ്റെ വേസ്റ്റ് ഉണക്കി പൗഡറാക്കിയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പിലോ നമ്മളെ കോസ്മെറ്റിക്സിലോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടുന്ന ഗുണം അതിൽ നിന്ന് കിട്ടാതെ പോകും. അത് വലിയൊരു തെറ്റാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ തന്നെ ഇതിൽ കറക്റ്റ് ചെയ്ത് അത് വളരെ വൃത്തിയാക്കി കഴുകി ഉണക്കി പൊടിച്ച് ഇത് തന്നെയാണ്. ഇതിപ്പം നീമാവട്ടെ, അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് ആവട്ടെ, അല്ലെങ്കിൽ ഓറഞ്ച് പീലാവട്ടെ, ഓറഞ്ചിൻ്റെ തൊലിയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ തുടങ്ങി ബീട്രൂട്ട്, ക്യാരറ്റ്, ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അതെല്ലാം മിക്കവാറും എല്ലാ 99% സംഗതികളും ഞങ്ങൾ തന്നെയാണ് കളക്ട് ചെയ്ത് കഴുകി ഉണക്കി പൊടിച്ചാണ് ഞങ്ങളുടെ സോപ്പിലാവട്ടെ, കോസ്മെറ്റിക്സ് പ്രോഡക്ട്സിലാവട്ടെ, മറ്റ് പല ഫുഡ് പ്രോഡക്ട്സ് എന്താവട്ടെ എല്ലാത്തിനും ഞങ്ങൾ ചേർക്കുന്നത്. ഇതിനിപ്പം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം അത് വെള്ളം വാർന്ന് ഞങ്ങൾ ഡീഹൈഡ്രേറ്ററിലിട്ട് ഉണക്കി പൊടിക്കും. അപ്പോൾ നമ്മളെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൊലിയെല്ലാം കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് ഡീഹൈഡ്രേറ്ററിലേക്ക് വെക്കുകയാണ്. ഇത് നമ്മളെ ഫാഷൻ ഫ്രൂട്ട് ഡ്രൈ ചെയ്തതാണ്, ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൊലി അല്ല. അപ്പോൾ ഇത് നമ്മളിനി പൊടിച്ച് ഫൈൻ പൗഡറാക്കാൻ പോവാണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ തന്നെ ഉണക്കി പൊടിച്ച സാധനങ്ങളാണ്. അതിൽ 99% ഞങ്ങൾ ഉണ്ടാക്കുന്ന സോപ്പിൽ എല്ലാ സാധനങ്ങളും, ഞങ്ങൾക്ക് സാധിക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ തന്നെ കളക്ട് ചെയ്ത് എത്തിച്ച് ഉണക്കി പൊടിച്ച് ആണ് സോപ്പിൽ ചേർക്കുന്നത്. കേട്ടോ, അപ്പോൾ നമ്മൾ കണ്ട ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൊലിയാണ്. തൊലി നമ്മൾ കംപ്ലീറ്റ്ലി പൊടിച്ച് ഫൈൻ പൗഡറാക്കി വെച്ചതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഫൈൻ പൗഡറാക്കി വെച്ചതാണ് ഈ കാണുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഈ സോപ്പിലേക്ക് ചേർക്കുന്ന എല്ലാ സാധനവും ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഓറഞ്ചിൻ്റെ തൊലി കംപ്ലീറ്റ് പീൽ ചെയ്ത് നന്നായി ഉണക്കി ഇത് നമ്മൾ പൊടിച്ചിട്ടാണ് നമ്മൾ സോപ്പിലേക്കും മറ്റ് കോസ്മെറ്റിക് പ്രൊഡക്ട്സിലേക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പൗഡറും ഞങ്ങൾ സെയിൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് നമ്മൾ കോസ്മെറ്റിക്സിന് മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഫൗണ്ടേഷനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഓക്കെ.